ഉൾവനത്തിലേക്ക് നീങ്ങുന്നതായി വിവരം. സാഹചര്യങ്ങൾ അനുകൂലമായാൽ മാത്രം മയക്കുവെടി വെച്ചേക്കുമെന്ന വിവരം. ലതീഷയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ലതീഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? ദൗത്യസംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തി, വീണ്ടും പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്, ബാവലിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിലാണ് CPIയും DYFI പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ആനയെ ഉടൻ തന്നെ പിടികൂടണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ആന ബാവലി ചെക്ക് പോസ്റ്റിനടുത്തേക്ക് അല്ലെങ്കിൽ ബാവലി മേഖലയിലേക്ക് എത്തിയിരുന്നു, വനപാലകർക്ക് അടുത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് ദൗത്യസംഘം ആനയെ ഡാർട്ടിങ്ങിനായി അടുത്തെത്തുമ്പോഴേക്കും ആന ഉൾവനത്തിലേക്ക് ശക്തമായി തന്നെ നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ പ്രതിഷേധം വീണ്ടും ഉയരുന്നു. സമയം വൈകുന്നു, ആനയെ പിടികൂടാൻ ആവുന്നില്ല. സാധാരണ ആനയിൽ നിന്നും മാറി ശക്തമായ നീക്കം ആന നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കുങ്കി ആനയുടെ മുകളിൽ ഡാർട്ടിംഗ് ടീം സഞ്ചരിച്ചുകൊണ്ടാണ് ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ അത് പൂർണ്ണമായി വിജയിച്ചില്ല. ഏകദേശം മയക്കുവെടി വെക്കാവുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ കുങ്കി ആനകളെയും അതേപോലെ തന്നെ ഫോറസ്റ്റ് ജീവനക്കാരെയും കണ്ട ആന തിരിച്ച് വനത്തിനുള്ളിലേക്ക് തിരിച്ചു കയറുകയായിരുന്നു. ആ റോഡ്, ഈ കാട്ടിക്കുളം ബാബലി റോഡ് ദേശീയപാത ബ്ലോക്കാക്കിക്കൊണ്ട് കുറച്ച് സമയം മയക്കുവെടി വെക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയിൽ ആ നിലയിൽ കൂടി വനംവകുപ്പ് എത്തിയിരുന്നെങ്കിലും എന്നാൽ പിന്നീട് റോഡ് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുകയായിരുന്നു. ആന തിരിച്ച് വനത്തിനുള്ളിലേക്ക് കയറുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായത്. കീർത്തി, ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമൊക്കെ എന്താണ് രതീഷ്? രതീഷ്, കേൾക്കാമോ? ചോദ്യം വ്യക്തമല്ല കീർത്തി, ആവർത്തിക്കാമോ? ലതീഷ്, ഇപ്പോൾ അവിടെ ഇത്രയും അധികം സമയമൊന്നും പ്രതിഷേധമൊന്നും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിനുള്ള ഒരു നീക്കം എന്താണ്? പകൽ സമയമൊന്നും പ്രതിഷേധം ഉണ്ടായില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ആനയെ മയക്കുവെടി വെക്കാനാവുന്നൊരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമെന്ന് നാട്ടുകാരും കരുതിയിരുന്നു. എന്നാൽ ദൗത്യം രണ്ടാം ദിവസവും പകൽ അവസാനിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉണ്ടായത്. CCF ഇവിടെ എത്തി കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത്. സൗത്ത് വയനാട് DFO അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. സൗത്ത് വയനാട് DFO ഇവിടെ എത്തിയ ഘട്ടത്തിലാണ്. സൗത്ത് വയനാട് DFOയും ഫ്ലൈങ് സ്ക്വാഡ് DFOയും ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് ഈ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇവരുമായി സംസാരിക്കാൻ എത്തിയത്. അവർ പറയുന്നത് CCF വരണം, കാര്യങ്ങൾ വിശദീകരിക്കണം, എന്താണ് ഫോറസ്റ്റിൻ്റെ തുടർ നടപടികൾ എന്നുള്ള കാര്യം വിശദീകരിക്കണം, ആനയെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ വേഗത്തിലുണ്ടാവണം എന്ന ഒരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രതിഷേധം നീളുകയാണെങ്കിൽ പോലീസ് ഒരു പക്ഷേ ഇവരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഇതിപ്പോൾ ആന കൂടുതൽ ഉൾവനത്തിലേക്ക് നീങ്ങുകയാണോ? അങ്ങനെയാണോ ലഭിക്കുന്ന വിവരം? ആന വനത്തിനുള്ളിലേക്ക് തിരിച്ചു കയറുന്നു, പ്രതിഷേധം കനക്കുന്നു. ഇതാണ് ഇവിടെയുള്ള നിലവിലെ ഒരു സാഹചര്യം. കാരണം ആന ഈ ഡാർട്ടിംഗ് ടീമിന്റെ അടുത്ത് വരെ എത്തി മയക്കുവെടി വെക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആന എത്തുമെന്ന വലിയൊരു പ്രതീക്ഷ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ദേശീയപാത ഉൾപ്പെടെ ഒരു 15-20 മിനിറ്റോളം ബ്ലോക്ക് ചെയ്ത് വാഹനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിൽ കൂടുതൽ ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ കുങ്കി ആനകളെയും കുങ്കി ആനകൾ 4 എണ്ണവും ഉള്ളിൽ തന്നെയുള്ളൂ. കുങ്കി ആനകളെയും അതേപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും സംഘത്തെയും കണ്ട ആന തിരിച്ച് വനത്തിനുള്ളിലേക്ക് തന്നെ കയറി പോവുകയായിരുന്നു. ആ നിലയിലാണ് കാര്യങ്ങൾ നിലവിലുള്ളത്. ലതീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാനന്തവാടിയിൽ ആളെ കൊന്ന ആനയെ മയക്കുവെടി വെക്കാനുള്ള നീക്കം ദുഷ്കരമായി മാറുന്നു. ആന ഉൾവനത്തിലേക്ക് കൂടുതലായി നീങ്ങുന്നത് ദൗത്യസംഘത്തിന് കൂടുതൽ വെല്ലുവിളിയായി മാറുകയാണ്. സമയവും വൈകുകയാണ്. 4 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ സൂര്യൻ അസ്തമിക്കാറൊക്കെ ആയാൽ മയക്കുവെടി വെക്കുകയൊക്കെ ദുഷ്കരമായിരിക്കും. ഇപ്പോൾ 2ാം ദിവസമാണ്. എങ്കിലും സാഹചര്യം അനുകൂലമായാൽ മാത്രമേ ദൗത്യസംഘത്തിന് മയക്കുവെടി വെക്കാൻ
സാധിക്കുകയുള്ളൂ. ദൗത്യസംഘത്തിന് ആനയെ ലൊക്കേറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്, ട്രാക്ക് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. എങ്കിലും വെല്ലുവിളിയായി മാറുന്നത് ആന ഉൾവനത്തിലേക്ക് നീങ്ങുകയാണ്. ഉച്ചസമയത്ത് കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ തന്നെ മയക്കുവെടി വെക്കുന്നതിനായി ഉണ്ടായിരുന്നു. അത്തരം വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. കുങ്കിയാനകൾ 4 കുങ്കിയാനകളെ അവിടെ എത്തിച്ചിട്ടുണ്ട്. 4 കുങ്കിയാനകളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. റേഡിയോ കോളറിൽ നിന്ന് ലഭിച്ച സിഗ്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആനയുടെ സമീപത്ത് ദൗത്യസംഘം എത്തുന്നത്. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ വിമാനന്തവാടിയിൽ എത്തിയിട്ടുണ്ട്. ദൗത്യസംഘത്തിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഉൾവനത്തിലേക്ക് പോയിട്ടുണ്ട്. 5 DFOമാരാണ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. 4 വെറ്റിനറി ഓഫീസർമാരും സംഘത്തിനൊപ്പമുണ്ട്. എല്ലാ രീതിയിലും ദൗത്യസംഘം മയക്കുവെടി വയ്ക്കാൻ സജ്ജമാണ്. എന്നാൽ വെല്ലുവിളിയായി മാറുന്നത് ഇങ്ങനെ ആനയുടെ നീക്കങ്ങളാണ്. ആന കൂടുതൽ ഉൾവനത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ കേരള കർണാടക അതിർത്തിയിലെ അവിടുത്തെ വനത്തിലാണ്, വനമേഖലയിലാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. കർണാടകയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആനയെ പോയിന്റ് ഔട്ട് ചെയ്യാനോ ആവശ്യമായ മയക്കുവെടി സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഫോറസ്റ്റ് അധികാരികൾ ഭാഗത്തുനിന്നോ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ആളുകൾ തന്നെ ഒരു നോക്കൂത്തിയാവുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലൂടെ തന്നെ എത്രയും പെട്ടെന്ന് ഇതിനെ കണ്ടെത്തിക്കൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് രാത്രികാലങ്ങളായാൽ ഈ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഭീതി പരത്തുകയാണെങ്കിൽ രാത്രികാലങ്ങളിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആനയെ കണ്ടെത്തിക്കൊണ്ട് മയക്കുവെടി വെക്കാൻ ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആ രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ കണ്ടെത്തിക്കൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉപരോധം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എന്തായാലും ആളുകളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രതിഷേധം കൂടുതൽ പോകുന്നു. ആളുകളുടെ പ്രതികരണത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധമായിട്ട് നിങ്ങൾ വരാൻ കാരണം? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം? ലോക്കൽ സെക്രട്ടറി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധം? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയത്? പ്രതിഷേധത്തിൽ പോകാൻ കാരണം എന്ന് പറഞ്ഞത് ഇന്നലെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. അത് പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഉടനെ ഈ സർക്കാർ നടപടി സ്വീകരിച്ചു. എന്താണ് തീരുമാനിച്ചത്? ഇന്നലെ തന്നെ അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു. ഇന്ന് 24 മണിക്കൂറായി അതിന് ശ്രമം നടത്താതെ ഇന്നും ഇങ്ങനെ ഒരു കള്ളനും പോലീസ് കളിക്കുകയാണ്. സർക്കാർ തീരുമാനം, ഒരു ഓർഡർ വരാതിരുന്നാൽ നമുക്ക് അംഗീകരിക്കാം, സർക്കാർ പറഞ്ഞിട്ടില്ല എന്ന് അംഗീകരിക്കാം. സർക്കാർ തക്ക സമയത്ത് ആവശ്യമായ തീരുമാനമെടുത്തു. ആ തീരുമാനം നടപ്പാക്കാൻ ഇന്നലെ വൈകുന്നേരം ഒരു 4 മണി മുതൽ ഇന്ന് വരെ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാണ് മണ്ണുണ്ടിയെത്തി? ഇന്നലെ അവിടെ തന്നെ അതിനെ അവിടെ ശ്രദ്ധിക്കുകയും കേന്ദ്രീകരിക്കുകയും വനപാലകരെ കൊണ്ട് അടുത്ത് പുറത്തുവിടാതിരിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഈ മയക്കുവെടി വെച്ച് പിടിക്കാമായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല. ആ പോരായ്മയാണല്ലോ വന്നത്. ഇതെല്ലാം എതിരായിട്ട് വരുന്നത് സർക്കാരിനെതിരായിട്ട് തിരിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം ഇത് തിരിയുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. സർക്കാർ തീരുമാനം നടപ്പാക്കാത്തതിൽ ഉണ്ടായിരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചക്കെതിരെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധം. തീർച്ചയായും വനം വകുപ്പിന്റെ വീഴ്ചയ്ക്കെതിരെയാണ് പ്രതിഷേധം. സർക്കാർ തീരുമാനം നടപ്പിലാക്കാൻ ശുഷ്കാന്തിയോടുകൂടി വനം വകുപ്പ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് CPIM-ഉം DYFI-യും ഈ പ്രദേശവാസികളുമെല്ലാം ഒരുപോലെ പറയുന്നത്. പ്രതിഷേധം എന്തായാലും ഇപ്പോഴും തുടരുകയാണ്. CCF, അതായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇവിടേക്ക് എത്തണം, കാര്യങ്ങൾ വിശദീകരിക്കണം എന്നൊരു ആവശ്യമാണ് സമരക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. കീർത്തി. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. മാനന്തവാടിയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ ശ്രമം ദുഷ്കരമാകുന്ന സ്ഥിതിയാണിപ്പോൾ ഉള്ളത്. ആന ഉൾവനത്തിലേക്ക് നീങ്ങുന്നതായാണ് വിവരം. അങ്ങനെയെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം പ്രതികൂലമായി മാറും. 4 കുങ്കിയാനകളെ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്ഥലത്തിപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. 2 ദിവസമായി സർക്കാരിൽ നിന്നും മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവുണ്ടായിട്ടും എന്തുകൊണ്ട് മയക്കുവെടി വയ്ക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പ്രതിഷേധം സ്വാഭാവികമാണ്. കാരണം വൈകാരികമായൊരു കാര്യം തന്നെയാണ് ഇന്നലെ അവിടെ ഉണ്ടായത്. ഏറെ ദാരുണ സംഭവമാണ് ഉണ്ടായത്. അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ അവിടെ ഉള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധവും അവിടെ ശക്തമാവുന്നുണ്ട്. ദൗത്യസംഘം ഇതിലൊരു മറുപടി, ഇതിലൊരു വിശദീകരണം ഉദ്യോഗസ്ഥർ നൽകണമെന്നൊക്കെയാണ് അവർ അവിടെ ആവശ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥർ ഇതിലൊരു വിശദീകരണം നൽകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതേസമയം തന്നെ ആനയ്ക്ക് മയക്കുവെടി വെക്കാനുള്ള
നീക്കങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് കൂടുതൽ സങ്കീർണമായി മാറുന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ദൗത്യസംഘത്തിന് വലിയൊരു വെല്ലുവിളിയായി മാറുന്നുണ്ട്. ആന ഉൾവനത്തിലേക്ക് കടക്കുന്നത്. കേരള കർണാടക അതിർത്തിയിലാണ് ആനയുള്ളത്.